ഞാൻ പ്രാർത്ഥിച്ച ഒത്തിരി പേര് സൗഖ്യമായിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടോ കൃപ കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ വിശുദ്ധി കൊണ്ടോ ഒന്നും അല്ലെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് പലപ്പോഴും വിശ്വാസം പോലും ഇല്ലാതിരുന്നുണ്ട്. എനിക്ക് പലപ്പോഴും ഇതൊക്കെ ഈ രോഗമൊക്കെ സൗഖ്യമാകുമെന്ന് സംശയം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സംശയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്ന രോഗികൾ പിന്നെ പിറ്റേ ദിവസമൊക്കെ ഇവർ പൂർണ്ണ സൗഖ്യമായിട്ടൊക്കെ വരുന്നത് കാണുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കും, എടാ എനിക്കിത് സൗഖ്യമാകുമെന്ന് എനിക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നല്ലോ. എൻ്റെ വിശ്വാസം കൊണ്ടൊന്നുമല്ല, അവനോട് ദൈവം കാണിക്കുന്ന കരുണയാണ്, മനസ്സലിവാണ്. അതുകൊണ്ട് ഈ കൃപാപര ശുശ്രൂഷ ചെയ്യുന്നവർ അഹങ്കരിക്കരുത്. അവരുടെ ഭക്തി കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല. അതിനകത്ത് അവന് പുകഴാനുമില്ല. അതാണ് ആദിമ സഭയിലെ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ മനോഭാവം. അതാണ് അവരവരെ തന്നെ പുകഴുവാനായിട്ട് പരിശ്രമിച്ചില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പത്രോസ് പറയുകയാണ്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത് ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്നതുപോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമായി നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. ദാറ്റ്സ് ഓൾ. എനിക്കിതിനകത്ത് പ്രത്യേക കാര്യമൊന്നും ഇല്ല. ഇത് ഈ ക്രൂസൈഡുകാരൊക്കെ ഒന്ന് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ എന്തൊരു നല്ലതായിരുന്നു. ഞാൻ 76 സെലിബ്രൻ സിംഗേഴ്സ് ഇവിടെ വന്നപ്പോൾ അവരുടെ കൂടെ ഞാൻ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ അവരെ ഗൈഡ് ചെയ്യാനൊക്കെ പോയിരുന്നു. അമേരിക്കയിലുള്ളൊരു മ്യൂസിക് ഗ്രൂപ്പാണ്. അന്ന് റിച്ചാർഡ് വുംബ്രാണ്ട് വന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഇവരോട് സംസാരിച്ചപ്പോൾ അവരുടെ ഒരു ലീഡറുണ്ട്, ജോൺ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പം ജോൺ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്. 76 കാര്യമാണ് പറയുന്നത്. ജോൺ ഒരു പ്രാവശ്യം പ്രസംഗിക്കാൻ കയറിയപ്പോൾ പറഞ്ഞു, ഞാനിവിടെ വന്നപ്പോൾ നിങ്ങൾ ഈ കോക്കനട്ട് പാരയിൽ വെച്ച് കോക്കനട്ട് ഇങ്ങനെ പൊതിക്കുമല്ലോ, ഈ തേങ്ങ പൊതിക്കുമല്ലോ, അത് ഞാനത് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ നോക്കി നിന്നപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇയാൾ തേങ്ങ പൊതിച്ചിട്ട് അതിൻ്റെ തൊണ്ടെടുത്തുള്ള ഒറ്റ തേങ്ങ മാത്രം സൂക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, അദ്ദേഹം പറയുകയാണ്, എൻ്റെ ദൈവമേ, ഞാൻ ഈ തൊണ്ട് പോലെയുള്ളല്ലോ, യേശുവിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു തൊണ്ട്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതിനകത്തെ യേശുവിനെ എടുത്തേച്ച് ഞങ്ങളെ എറിഞ്ഞു കളഞ്ഞേക്കാൻ. ഞാനത് ആഫ്രിക്കയിലൊക്കെ പലപ്പോഴും പറയുമ്പോൾ ഞാൻ പറയാം, കുറച്ചുകൂടെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ്, ടേക്ക് ദ കേസ് ഓഫ് എ ബനാന, ഒരു പഴം. നമ്മളൊക്കെ പഴം തിന്നുന്നത് എങ്ങനെയാണ്? അതിൻ്റെ തൊലി പൊളിച്ചിട്ട് പഴം തിന്നിട്ട് തൊലി എന്ത് ചെയ്യും? എറിഞ്ഞു കളയും, അല്ലെങ്കിൽ കൂടയ്ക്കകത്തിടും. ആരെങ്കിലും പഴമെടുത്ത് കൂടയ്ക്കകത്തിട്ടിട്ട് തൊലി തിന്നുമോ? ഇല്ല. കാര്യം തൊലി പ്രാധാന്യം അർഹിക്കുന്നില്ല. ആകെപ്പാടെ തൊലിയുടെ ചുമതല എന്താ? ഈ പഴം ഒന്ന് പൊതിഞ്ഞു വയ്ക്കുക. ഇത് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ പഴം കൊടുക്കാൻ അതിനു വേണ്ടി മാത്രമുള്ളതാണ് ഈ ബനാന സ്കിൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഉള്ളൂ ഒരു ശുശ്രൂഷകൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ബനാന സ്കിന്നാണ്, പഴത്തൊലി. യേശു കർത്താവിനെ പൊതിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ജനങ്ങൾ യേശുവിനെ തിന്നണം, യേശുവിനെ ഭക്ഷിക്കണം. അവരെന്നെ എറിഞ്ഞു കളയട്ടെ. കാര്യം എൻ്റെ ചുമതല കഴിഞ്ഞു. യേശുവിനെ കൊടുത്തു കഴിയുന്നതോടുകൂടെ എൻ്റെ മിഷൻ പൂർത്തീകരിക്കപ്പെട്ടു. എന്നെ ആരും പ്രൊജക്റ്റ് ചെയ്യണ്ട. നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ? ഇന്നിപ്പോൾ ഏത് പോസ്റ്റർ എടുത്താലും എന്തോ എടുത്താലും ബനാന സ്കിന്നാ മോളിൽ. പഴത്തിൻ്റെ കാര്യം മിണ്ടുന്ന പോലും ഇല്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, ദി മൈറ്റി പ്രോഫറ്റ് ഓഫ് ദ ലോർഡ് ഇൻ ടൗൺ. ഫോട്ടോ മുഴുവൻ വരുന്ന ആരുടെയാ? പഴത്തൊലി. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ വെറും പഴത്തൊലിയായിട്ടിരിക്കണം. ആളുകൾ എറിഞ്ഞു കളയട്ടെ നമ്മുടെ ഉള്ളിലുള്ള യേശുവിനെ എടുത്തിട്ട്. പത്രോസ് പറയുന്ന അതാണ്, ഞങ്ങൾ വെറും ബനാന സ്കിന്നാ. നിങ്ങളെന്താ ഞങ്ങളെ ഇങ്ങനെ നോക്കുന്നത്? പഴമൊക്കെ പൊളിച്ചിട്ട് പഴം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തൊലി ഇങ്ങനെ നോക്കി ആസ്വദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും, ഇവൻ എന്നാ പറ്റി? പത്രോസ് പറയുക, നിങ്ങളെന്താ ഈ പഴത്തൊലിയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എടാ, പഴം കഴിക്ക്. യേശുവിനെ മഹത്വം. അതാണ് അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും. അടുത്തത് ഒരു പ്രസംഗമാണ്. ഒരു സാഹചര്യം കിട്ടിയാൽ അടുത്തത് യേശുവിനെ പ്രസൻറ്റ് ചെയ്യുക. അതാണ് അടുത്ത പ്രസംഗം. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതായ കാര്യം ഇതാ, വി നീഡ് ടു നോ ദാറ്റ് വി ആർ ജസ്റ്റ് കവറിങ് ജീസസ് ആൻഡ് ഗോഡ് വാണ്ട്സ് us to give Jesus. ആദിമസഭ ശുശ്രൂഷ ചെയ്ത അപ്പോസ്തോലന്മാരെ ഉയർത്തിയില്ല, അവരുയർത്തിയത് യേശുവിനെയാണ്. ഇന്നത്തെ ആധുനിക സഭ അപ്പോസ്തോലന്മാർക്കാണ് അല്ലെങ്കിൽ ശുശ്രൂഷകർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, യേശുവിനെ അല്ല. പഴത്തൊലിയുടെ മാഹാത്മ്യം ആണ് നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ കാണുന്നത്. അതല്ല ആവശ്യം. ആരെയാണ്? യേശുവിനെ. അതാണ് അപ്പോസ്തോലിക പാരമ്പര്യം. നമ്മൾ ഈ പാരമ്പര്യമൊക്കെ പറയുമ്പോൾ പാരമ്പര്യം
ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പിലേക്ക് മാത്രം പോയാലല്ലല്ലോ പാരമ്പര്യം എന്ന് പറയുന്നത്. പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയുടെ ആരംഭം മുതൽ നമ്മൾ പഠിക്കേണ്ടതാണ്. അങ്ങനെ ദൈവസഭയുടെ പാരമ്പര്യം തുടങ്ങുന്നത് ശരിക്കും അപ്പോസ്തല പ്രവർത്തികളിലാണ്. അതിന് പിന്നിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പോകണമെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥരാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ നമ്മൾ കാണുന്നു. യേശു കർത്താവ് അപ്പോസ്തലന്മാരോട് എങ്ങനെ ഇടപെട്ടു, അവരെങ്ങനെ യേശുവിനെ കണ്ടു, അവരെങ്ങനെ സുവിശേഷം പ്രസംഗിച്ചു, അവരെങ്ങനെ അന്യോന്യം കൂട്ടായ്മ ആചരിച്ചു, ആ സഭ എങ്ങനെയുള്ള സഭയായിരുന്നു, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോസ്തല പ്രവർത്തികളിൽ നിന്നാണ്. ആദ്യത്തെ ചില അധ്യായങ്ങൾ എല്ലാം നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് കണ്ടു. അവരുടെ എംഫസിസ് എന്തായിരുന്നു? അവരുടെ എംഫസിസ് നേരത്തെ ഇസ്രായേലിൻ്റെ രാജ്യമായിരുന്നെങ്കിൽ പിന്നീടത് ദൈവരാജ്യത്തിലേക്ക് കടന്നു എന്ന് തന്നെയല്ല, അവരെല്ലാവരും യേശുവിൻ്റെ സാക്ഷികളാകുവാൻ വെമ്പൽ കൊള്ളുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് പരിശുദ്ധാത്മാവ് വന്നപ്പോഴും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആദ്യം ലോജിക്കലായിട്ട് 1-2 വാക്കുകളെ പറയുന്നുള്ളൂ. അതും ഇവർ മദ്യപിച്ചവരാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഞങ്ങളാരും മദ്യപിച്ചവരല്ല, അത്രയൊക്കെ പറയുന്നുള്ളൂ. വേറെ എക്സ്പ്ലനേഷൻ ഒന്നും പോകുന്നില്ല. ലോജിക്കൽ എക്സ്പ്ലനേഷനോ സയൻറ്റിഫിക് എക്സ്പ്ലനേഷനോ ഒന്നും പോകുന്നില്ല. പ്രത്യുത നേരെ തിരുവചനത്തിലേക്ക് കിടക്കുകയാണ്. യോവേൽ പ്രവാചകൻ പറഞ്ഞതിൻ്റെ നിവൃത്തിയാണ്. എന്നിട്ട് അവിടെയും തങ്ങി നിൽക്കുന്നില്ല, ചരിത്രത്തിലെ യേശുവിലേക്ക് വരുന്നു. ആ ചരിത്രത്തിലെ യേശുവിനെ വിവരിച്ച് കഴിഞ്ഞിട്ട് പറയുന്നു, ഈ യേശുവിനെ ഇന്ന് ദൈവം 50 ദിവസം മുമ്പ് നിങ്ങൾ ചിന്തിച്ചു അവനെ നിങ്ങളാണ് ക്രൂശിച്ചത്, നിങ്ങളാണ് അവൻ്റെ വിധികർത്താവെന്ന് ചിന്തിച്ചു. എന്നാൽ അങ്ങനെയല്ല സത്യം, അവനെ ദൈവം നിങ്ങളുടെ വിധികർത്താവാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവർ തന്നെ വന്ന് ചോദിക്കുക, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ടെന്നൊന്നും പത്രോസ് പറഞ്ഞില്ല. നിങ്ങൾ ചെയ്യണം, മനസാന്തരപ്പെടണം. മനസാന്തരത്തിനകത്ത് പല ഘടകങ്ങളുണ്ട്. പാപബോധമുണ്ടാകണം, അനുതാപമുണ്ടാകണം, ഏറ്റുപറച്ചിലുണ്ടാകണം, ദൈവസന്നിധിയിലേക്ക് തിരികെ വരണം. അങ്ങനെ മാനസാന്തരപ്പെടുമ്പോൾ കർത്താവ് പാപം മോചിക്കും. പാപം മോചിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ആ പാപമോചനത്തിനായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ പേരിൽ ചെല്ലാൻ കഴിയില്ല. എനിക്ക് ആരുടെ പേരിലേ ചെല്ലാൻ പറ്റുള്ളൂ? യേശുവിൻ്റെ പേരിൽ. ഞാനൊരു പാപിയാണ്. അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതായ കാര്യം. അങ്ങനെ അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ അവരോട് പറഞ്ഞു, നിങ്ങൾ സ്നാനമേൽക്കണം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അതും പോരാ, നിങ്ങൾ വേർപെടണം. ഇന്നത്തെ ലോകത്തിൻ്റെ ചിന്താഗതികളിൽ നിങ്ങൾ അതിനകത്ത് പെട്ടുപോകരുത്. വക്രതയും കോട്ടമുള്ള ഈ തലമുറയിൽ നിന്ന് നിങ്ങൾ സേവ് യുവർ സെൽഫ്, നിങ്ങളെ തന്നെ നിങ്ങൾ മാറ്റി നിർത്തണം, സെപ്പറേറ്റ് ചെയ്യണം. അതുകൊണ്ട് ദ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ അടിസ്ഥാനപരമായി വേദപുസ്തകത്തിൻ്റെ ആദ്യ തത്വമാണ്. ആദ്യമായ ഫസ്റ്റ് ഡോക്ട്രിൻസിലെ മാറ്റാൻ പറ്റാത്ത കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് കൂടുതൽ ആളുകൾ വരുന്നു. അതെല്ലാം നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു. 3-ാമത്തെ അധ്യായത്തിൽ, 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇതെല്ലാം കണ്ടു. 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെ കണ്ട മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കുന്നതാണ്. അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതും ആദിമസഭയുടെ വലിയ ഒരു അടിസ്ഥാനപരമായ ഒരു തത്വമാണ്. അവർ കമ്പാഷനറ്റ് ആയിരുന്നു. അവരവരുടെ ഉള്ളിൽ മാത്രമല്ല, പുറത്തൊരു രോഗിയായ മനുഷ്യനെ കണ്ടപ്പോൾ അവർക്ക് വളരെ മനസ്സിൻ്റെ ഉള്ളിൽ മനസ്സലിവുണ്ടായിരുന്നു. അപ്പോൾ മനസ്സലിവെന്ന് പറയുന്നത് ഒരു ഡോക്ടറിൻ തന്നെയാണ് ഒരു പരിധിവരെ. അവരുടെ ജീവിതമാണ്. പക്ഷേ അവർ യേശുവിൻ്റെ മനസ്സോടുകൂടെ മറ്റുള്ളവരെ കാണാനായിട്ട് തുടങ്ങി. അവർ മുഖേന പത്രോസ് അവനോട് പറയുന്നത് തന്നെ, നീ ഞങ്ങളെ നോക്കെന്ന് പറയാനുള്ള ആർജവം അവർക്കുണ്ട്. എന്നാൽ അതേസമയം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വെള്ളിയും പൊന്നും ഇല്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. എന്താണ്? നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. നമുക്ക് നമ്മുടേതായിട്ട് നമ്മളെ സ്വർണ്ണവും വെള്ളിയൊക്കെ എല്ലാവർക്കും ഉണ്ട്, ആൾക്കാരില്ലാത്ത. അത് ഇവിടുത്തെ എല്ലാ മതക്കാരുടെ കയ്യിലുമുണ്ട്, എല്ലാ സമുദായക്കാരുടെ കയ്യിലുമുണ്ട് സ്വർണ്ണവും വെള്ളിയൊക്കെ. അത് കൂടിയതാ ഈ സമുദായങ്ങളിലെ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. പക്ഷേ എന്താണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്വർണവും വെള്ളിയുമല്ല സഭയുടെ സമ്പത്ത്. അതാണെന്നാണ് നമ്മുടെ ചിന്ത. സിംഹാസനമല്ല സഭയുടെ സമ്പത്ത്. സഭയുടെ സമ്പത്താണ് എന്താണ്? യേശു കർത്താവാണ്. നസറായനായ യേശുവിൻ്റെ നാമത്തിൽ അല്ലേ? ഞങ്ങൾക്ക് ആകെ ഉള്ളത് അതാണ്, നസറായനായ യേശുവിൻ്റെ നാമം. അതുകൊണ്ട് ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം പാരമ്പര്യമൊക്കെ പറയും. പാരമ്പര്യം പറയുമ്പോൾ അവർ പറയുന്നത് സിംഹാസനം ഞങ്ങളെയാണ്, ഞങ്ങൾ ആ സിംഹാസനത്തിൻ്റെ ആൾക്കാരാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പത്രോസ് പറഞ്ഞു എനിക്ക് വെള്ളിയും പൊന്നും ഇല്ല. പത്രോസ് സിംഹാസനത്തെക്കുറിച്ച് പത്രോസ് പറഞ്ഞില്ല. ഇപ്പം നമ്മൾ പത്രോസിൻ്റെ സിംഹാസനത്തെക്കുറിച്ചാണ് വഴക്കുണ്ടാക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് പറ, ഇല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പത്രോസ് പറഞ്ഞത് ഞങ്ങൾക്കുള്ളത് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, നസറായനായ യേശുവിൻ്റെ നാമത്തിൽ. ആദിമസഭയുടെ പാരമ്പര്യം അതാണ്. അവരുടെ സമ്പത്തായിട്ട് അവർ കണക്കാക്കിയത് നസറായനായ യേശുവാണ്. ഇന്നും നമ്മുടെ പാരമ്പര്യം അതാകണം. നമുക്ക് വേറെ വെള്ളിയും പൊന്നും അല്ല വേണ്ടത്.
നമുക്ക് വേണ്ടത് എന്താണ്? നസ്രായനായ യേശുവിൻ്റെ നാമം. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തോമസ് അക്വിനാസ് പറഞ്ഞതുപോലെ, പിതാവേ, തിരുമേനിയോട് പറഞ്ഞതാ, ബിഷപ്പിനോട് പറഞ്ഞതാണ്, പിതാവേ നമുക്കിപ്പം വെള്ളിയും പൊന്നും ഉണ്ട് ശരിയാണ്, പക്ഷേ നമുക്ക് മറ്റേതങ്ങ് പോയി. പത്രോസിന് ഇല്ലാതിരുന്നത് നമുക്കിപ്പോൾ ഉണ്ട്, പക്ഷേ പത്രോസിന് ഉണ്ടായിരുന്നത് നമുക്കിപ്പം ഇല്ല. അത് സംഭവിക്കരുത്. വെള്ളിയും പൊന്നും നമുക്കിപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാമെന്നൊന്നും പറയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. എന്നിട്ട് അവൻ നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ ദേവാലയത്തിൽ കിടന്നപ്പോൾ എല്ലാവരും കൂടെ അവൻ്റെ അടുക്കൽ വന്നു. അവർക്ക് മനസ്സിലായി പത്രോസ് പ്രാർത്ഥിച്ചു എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലായി കാണും, നാച്ചുറലി. അപ്പോൾ എല്ലാവരും കൂടി ഇവരെ ഇങ്ങനെ തുളിച്ച് നോക്കിയപ്പോഴത്തേക്ക് പത്രോസ് എന്താ പറയുന്നത്? കർത്താവ് ഞങ്ങളുടെ കൈ കൊണ്ട് നിർത്തിയ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടല്ലോ, ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കോളറൊന്നും പൊക്കി നിന്നില്ല. ഇന്നത്തെ ക്രൂസൈഡുകാർ കാണിക്കുന്ന പോലെ. പകരം എന്ത് പറഞ്ഞു? നിങ്ങളെന്താ ഞങ്ങളെ ഇങ്ങനെ തുളിച്ച് നോക്കുന്നത്? ആസ് ഇഫ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ സ്ട്രെങ്ത് ആൻഡ് പയറ്റി. ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇത് സംഭവിച്ചു എന്ന മട്ടിൽ ഞങ്ങളെ നോക്കുന്നത് എന്താണ്? ദർ ഇസ് നത്തിങ് ടു ഡു. ഞങ്ങളുടെ ശക്തിയുമായിട്ട് ഒന്നും ബന്ധപ്പെട്ട് ഇതിനകത്ത് ഒരു കാര്യമില്ല. ഒറ്റ കാര്യമേ സംഭവിച്ചുള്ളൂ. നസ്രായനായ യേശുവിനെ ദൈവം മഹത്വപ്പെടുത്തി. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ബനാന സ്കിൻ മാത്രമാണ്, ബനാന അല്ല. മനുഷ്യർക്ക് ആവശ്യമുള്ളത് പഴത്തൊലിയല്ല, മനുഷ്യർക്ക് ആവശ്യമുള്ളത് പഴം, അല്ലെങ്കിൽ അകത്തുള്ള കാമ്പുള്ളത്. കാമ്പ് എന്ന് പറയുന്നത് യേശുവാണ്. അതിനെ ചുറ്റിയിരിക്കുന്ന ഒരു ഔട്ടർ സ്കിൻ മാത്രമാണ് നമ്മളെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ അഹങ്കാരമൊക്കെ നാച്ചുറലി ഇല്ലാതെയായി പോകും. കോളറൊന്നും പിടിച്ച് പോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇല്ലേ? ആളുകളൊക്കെ നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. ഇന്നിപ്പം വലിയ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആൾ നാളെ നിലത്തിട്ട് ചവിട്ടിയെന്നിരിക്കും. അതൊക്കെ സംഭവിക്കാം, ഇല്ലേ? സംഭവിക്കാം. എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ആളുകളൊക്കെ പൊക്കി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഒരിക്കൽ ഞങ്ങളെ ഈ ഒരു മിഷണറിയോട് ബിഷപ്പത്തിനോട് പറഞ്ഞു, ബിഷപ്പത്തെ എന്തോ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യനിങ്ങനെ നമ്മളെ ഒരു പരുവാക്കിയിരിക്കുകയാണ്. അവിടെ അങ്ങ് വലിയ റെഫറൻസ് സജു ജോൺ മാത്യു എന്നൊക്കെ പറയുമ്പോൾ എനിക്കുണ്ട് ഇവന്മാരോട് ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയണമെന്നുണ്ട്. അപ്പം ബിഷപ്പ് പറഞ്ഞു, ഭയ്യ ആളുകൾ നമ്മളെക്കുറിച്ച് ഇത് എന്തെങ്കിലും മഹത്വം ഒക്കെ പറയുമ്പോഴത്തേക്ക് അത് നമ്മളെടുത്താൽ നമുക്കിടിക്കും, നമ്മളെടുത്തില്ലെങ്കിൽ മുകളിലോട്ട് പോയിക്കോളുമെന്ന്. അപ്പോൾ അതെനിക്കൊരു വലിയൊരു ആശ്വാസമാണ്. അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ഇതൊന്നും നമ്മൾ എടുക്കാൻ പോകുന്നില്ല. പിന്നെ ഇന്ന് റെവറൻഡ് എന്ന് വിളിച്ചോ നാളെ ചിലപ്പോൾ നമ്മളെ പട്ടിയിൽ നിന്ന് വിളിച്ചെന്നിരിക്കും. കർത്താവ് തന്നെ എന്നോട് പറഞ്ഞു, ഇല്ല റെവറൻഡ് എന്ന് വിളിക്കുമ്പോൾ നീ പൊങ്ങുകയും വേണ്ട, പട്ടിയിൽ നിന്ന് വിളിക്കുമ്പോൾ താഴുകയും വേണ്ട, നീ ആരാന്നുള്ളത് നിനക്കറിയാമല്ലോ. നമ്മൾ അത് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ആരാ, അത് മാത്രം നമ്മൾ എൻ്റെ ഐഡൻറ്റിറ്റി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാൽ ഞാനൊരു വലിയ പരാജയമാണ്. പലപ്പോഴും ഇതുപോലെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന വലിയ ഒരു അപകടമാണ് അവരുടെ ഐഡൻറ്റിറ്റി മറ്റുള്ളവരുടെ പ്രശംസയുമായി ബന്ധപ്പെടുത്തി ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി കണ്ടെത്തിയിരിക്കുന്നത് യേശുവിലാണ്. ഞാൻ എൻ്റെ മിഷണറീസിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ജീസസ് മിഷനുമായിട്ട് ബന്ധപ്പെടുത്തി പോലും ഉണ്ടാക്കരുത്, ജീസസുമായിട്ട് ബന്ധപ്പെടുത്തി ഉണ്ടാക്കണം. കാര്യം നാളെ ചിലപ്പോൾ ജീസസ് മിഷൻ അടച്ചു പൂട്ടിന്നിരിക്കും, ആൾക്കറിയാം. അതൊക്കെ ദൈവത്തിൻ്റെ. അതുകൊണ്ട് ഒരു സംഘടനയുടെ പേരിൽ പോലും നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ പാടില്ല. നമ്മുടെ ഐഡൻറ്റിറ്റി ആരുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ ഉണ്ടാക്കാവൂ? യേശുവുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രം. അങ്ങനെ യേശുവുമായി ബന്ധപ്പെടുത്തി മാത്രം ഐഡൻറ്റിറ്റി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആരാന്നുള്ളത് നമുക്കറിയാമല്ലോ. ആര് നമ്മളെക്കുറിച്ച് എന്താ പറഞ്ഞാലും, ഇല്ലേ? പത്രോസ് പറയാണ്, നിങ്ങളെന്തിനാ ഞങ്ങളെ നോക്കുന്നത്? നസറായനായ യേശുവിനെ അവൻ അതാണ് നമ്മളവിടെ കാണുന്നത്. എന്നിട്ട് അവിടെ നമ്മൾ വായിക്കുമ്പോൾ അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? 12-ാമത്തെ വാക്യം 3-ാം അധ്യായം. ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇതുവരെ നടക്കുമാറാക്കി എന്ന് പറഞ്ഞ് ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? നിങ്ങൾ വെറുതെ ഞങ്ങളെ ഉപദ്രവിക്കാതെ. ഇതിനകത്തൊന്നും ഞങ്ങൾക്ക് വലിയ പങ്കൊന്നും ഇല്ല. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന് മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. ഞാനിത് നോക്കുകയായിരുന്നു. പത്രോസിൻ്റെ അടുത്ത പ്രസംഗം, പത്രോസിൻ്റെ ഒരു പ്രസംഗം നമ്മൾ അനലൈസ് ചെയ്തു, ഇല്ലേ? ഇപ്പോൾ അടുത്ത പ്രസംഗമാണ്. മറ്റേത് ആളുകൾ ഓടിക്കൂടി വന്നപ്പോൾ നടത്തിയ പ്രസംഗമാണെങ്കിൽ ഇത് പള്ളിക്കകത്ത് വെച്ച് പ്രസംഗിക്കുന്ന പ്രസംഗമാണ്. അവരോട് പറയുകയാണ്, അവരോടും പറയുന്നത് എന്താ? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് എന്നൊന്നുമല്ല പറയുന്നത്. നേരെ എന്നിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു അൺകോംപ്രമൈസിങ്. ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു, എന്തൊരു അൺകോംപ്രമൈസിങ് ആണ് പത്രോസിൻ്റെ പ്രസംഗം. അപ്പം നമ്മുടെ പാരമ്പര്യം എന്താണ്? കോംപ്രമൈസ് ചെയ്യുന്നതല്ല പാരമ്പര്യം. ക്രിസ്തീയ പാരമ്പര്യം കോംപ്രമൈസിങ് അല്ല. ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാണ്. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നെ
എന്നിൽ സ്ഥാനമില്ല. എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല. പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങിന്നുവെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. മരണഭയം എല്ലാം മാറിടട്ടെ. ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ. ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിലും ഉന്നതനാം. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ